അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവനെ ശ്രമിക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും ഉറപ്പപ്പെടുത്തുകയും ദീർഘായുസ്സ് നൽകുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നോമ്പുകാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച, തപസ്സുകാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കർത്താവായ ദൈവം ക്രിസ്തുവിലൂടെ ആഗ്രഹിക്കുന്ന നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അനുദപിച്ച ദൈവിക സ്ഥലത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി അദ്ദേഹം നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വ്യക്തതയോടുകൂടി യേശുനാഥ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ട് നിർമ്മല ഹൃദയത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിൽ നമുക്ക് പങ്കുചേരാം. മാനുഷികമായ കുറവുകളോ പോരായ്മകളോ ദൈവിക സ്ഥലത്തിൽ നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കുകയും ചെയ്യാം. ദിവരഹസ്യത്തോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളൊക്കെ നിരസ്കരിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ,
ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആണ്ടുതോറുമുള്ള തപസ്സുകാലത്തിന്റെ പ്രധാനപ്പെട്ട അനുഷ്ഠാനം വഴി ക്രിസ്തുവിന്റെ രഹസ്യം ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ വളരാനും അനിയുക്തമായ ജീവിത ശൈലിയിൽ അതിന്റെ ഫലങ്ങൾ പ്രാപിക്കുവാനും ഇടയാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായും വൈദ്യുതി എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഒന്നാം ന്യായം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ദൈവം നോഹയോടും പുത്രന്മാരോടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലത്തിനോടും പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഈ വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരുകയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എന്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എന്റെ പുല്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോകുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകില്ല. കർത്താവിന്റെ വചനം. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവെ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവ് നല്ലവരും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലും മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ആത്മാവോട് കൂടെ ചെന്ന് അവൻ വ്യത്യസ്തരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ
ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ വിധാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. യേശുക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. കർത്താവിന്റെ വചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. കൂടെ അങ്ങേ ആത്മാവോടും കൂടെ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോട് പോവുകയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരന്മാരെ, പ്രിയ മക്കളെ, തപസ്സുകാലത്തിന്റെ 1ാമത്തെ ഞായറാഴ്ചയിൽ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന വിശുദ്ധമായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ആഴ്ചകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ക്രിസ്തുവിലൂടെ അനുഭവിച്ച് മനസ്സാന്തരപ്പെട്ട ദൈവിക സന്നദ്ധത്തിലേക്ക് തിരികെ വരുവാനായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ശീലിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷം മർക്കോസ് എഴുതിയ സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുന്ന ആഹ്വാനം പ്രത്യേകമായി നമ്മളോട് പറയുന്ന പ്രകാരമാണ്: സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മളോട് ക്രിസ്തു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നു. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത്, ഈ ലോകത്ത് വസിക്കുന്ന മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റപ്പെടേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിൽ പ്രത്യേകിച്ച് യേശു ഇന്ന് നമ്മളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തരമായ പാഠമാണ് ഈ തപസ് കാലത്ത് നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്? നമ്മൾ ഇതുവരെ നടന്ന വഴി നല്ലതല്ലേ? ഇത് നടക്കുവാനുള്ള വഴികളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമോ? നടന്നിട്ടുള്ള വഴികളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഏറ്റു പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ഏറെ പ്രത്യേകിച്ച് ഇനി അവസാനത്തെ വാക്കുകളിലൂടെ മർക്കോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ള വഴികൾ ദൈവത്തിന്റെ വഴികളായിരുന്നു? നടന്നിട്ടുള്ള വഴികളിൽ എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ നടന്നത്? എന്റെ സ്വന്തം വഴിയാണോ ഞാൻ അവലംബിച്ചത്? കർത്താവ് എനിക്ക് നൽകിയ വഴികളിലൂടെ ആയിരുന്നു ഞാൻ നടന്നിട്ടുള്ളത് എന്നൊക്കെ ചിന്തിക്കുവാനായിട്ടാണ്
മർക്കോസ് സുവിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്നത്തെ പത്രത്തിൽ ബോബി ജോർജ് അച്ഛൻ മടങ്ങി വരുന്ന പുത്രന്റെ കഥയെക്കുറിച്ച് എഴുത്തുകാരനും അതുപോലെ തന്നെ പ്രാസംഗികനുമായ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം ക്രൈസ്തവോചിതമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോയ വലിയൊരു വാക്കിയും എഴുത്തുകാരനുമാണ് ദസ്തയേവ്സ്കി. കട്ടിലിൽ കിടക്കുന്ന അവസാന നിമിഷങ്ങളിൽ സ്വന്തം ഭാര്യയോടും മക്കളോടും പറയുന്നത് പ്രകാരമാണ്, ആ ധൂർത്തപുത്രന്റെ കഥ എന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. മക്കളും ഭാര്യയും താൻ കിടന്ന കട്ടിലിനരികിലേക്ക് കടന്നു വന്ന് വിശുദ്ധ ഗ്രന്ഥമെടുത്ത് തുറന്നു വായിച്ച് അദ്ദേഹത്തെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം മക്കളോട് പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ദൈവം മടങ്ങി വരുന്ന വ്യക്തിയെക്കുറിച്ച് എത്രമാത്രം സന്തോഷിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമോ? ദൈവം അത്രമാത്രം മടങ്ങി വരുന്ന വ്യക്തിയെ കാത്തിരിക്കും ക്ഷമയോടുകൂടി. അതുകൊണ്ട് മക്കളെ ഉപദേശിക്കുന്ന അവസാന നിമിഷത്തിൽ മക്കളെ ഉപദേശിക്കുന്ന ദസ്തയേവ്സ്കി പ്രകാരമാണ് പറയുന്നത്: ദൈവത്തിന്റെ വഴികളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വ്യതിചരിക്കരുത്. ദൈവം കാണിച്ചു തന്നിട്ടുള്ള വഴികളിൽ മാത്രമേ നിങ്ങൾ നടക്കാവൂ. മാപ്പ് അർഹിക്കുന്ന തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താലും ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് മാപ്പ് നൽകുകയും നമ്മളെ സ്വന്തമാക്കുവാൻ വേണ്ടി ആത്മാർത്ഥതയോടുകൂടി കാത്തിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കണ്ണുകൂട്ടിയത് എന്ന് ഇന്നത്തെ പത്രത്തിൽ നമുക്ക് വായിച്ചറിയുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, തപസ്സുദാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മാർത്ഥമായി ചോദിക്കുകയും ഒന്ന് തിരിഞ്ഞു നോക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വഴിയിലൂടെയാണോ ഞാൻ നടന്നത്? ദൈവം ആഗ്രഹിച്ച വഴി തന്നെയാണോ ഞാൻ പിന്തുടർന്നത്? അല്ല എങ്കിൽ മറുവഴിയിൽ ചവിട്ടുവാൻ കർത്താവായ ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞയച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനതയെ ഫറവോയുടെ കീഴിൽ നിന്ന് മോചിപ്പിച്ചത്. അങ്ങനെ തേരും പാലും ഒഴുകുന്ന കാനാൻ ദേശം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ യാത്ര പുറപ്പെട്ടു. എന്നാൽ അവർ ഈ കൽപ്പന, ഉടമ്പടി അവർ വിസ്മരിച്ചു. അവർ ഏക ദൈവമായ സത്യദൈവത്തെ അവർ വിസ്മരിച്ചു. അവർ അവരുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ അവർ കടന്നു പോകുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവർ അക്ഷര പ്രതിമകളെയും ദീപങ്ങളെയും ആരാധിക്കുവാൻ തുടങ്ങി. ദൈവം അവരോട് കോപിച്ചു. അവർക്ക് ദൈവത്തിൻ്റെതായ വ്യക്തമായ വഴികൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രവാചക ദൗത്യത്തിന്റെ പ്രവാചകന്മാരെ അഴിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമുക്കും നേർവഴി കാണിച്ചു തരുവാൻ വേണ്ടി ഒത്തിരിയേറെ പ്രവാചകന്മാരെ ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആ വഴികൾ കൃത്യതയോടുകൂടി അനുഭവിച്ച് മനസ്സിലാക്കി കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരികെ വരുവാനായിട്ടുള്ള കൃപയാണ് ഇന്ന് പ്രത്യേകമാവിധം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: നീ നിന്റെ സ്വന്തം വഴികളിലൂടെ ഇനി നടക്കരുത്. നീ നിന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കരുത്. മറിച്ച് ദൈവത്തിന് വേണ്ടി ദൈവം നമുക്കായി തുറന്നിട്ടിരിക്കുന്ന വഴികളിലൂടെ ചരിക്കുക. ദൈവത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കുക. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവായ ദൈവത്തിന്റെ മഹത്തരമേറിയ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ വിശ്വസിക്കുവാൻ സമയം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം അനുവദിച്ച് ദൈവരാജ്യ സുവിശേഷത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് എല്ലാവർക്കും നൽകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് എഴുന്നേൽക്കാം. വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാം. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും
പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവുമായ സത്യദൈവമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ വിധികളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഏർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാ കാലയളവിലും നാം പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടവരാണ്. വിശിഷ്ട ദിവസകാലത്തെ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ തീക്ഷ്ണതയോടെ ജാഗരൂകരായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ പരിപാലിക്കുന്ന സ്നേഹദൈവമേ, തിരുസഭയിലെ അജപാലകരായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അഭിവന്ദ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെയും എല്ലാ വൈദികരെയും സുവിശേഷ പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. അജഗണത്തെ സത്യത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ ദൈവമേ, അങ്ങയുടെ അൾത്താരത്തിൽ ചുറ്റും നിൽക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്നേഹം നിറഞ്ഞ അൽഫോൻസത്തിനെയും എല്ലാ വിഭാഗങ്ങളെയും അനുഗ്രഹധാരയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവും കൃപാവരങ്ങളുടെ സമൃദ്ധിയും നൽകി അനുനിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അളവറ്റ സ്നേഹത്താൽ ഞങ്ങളെ അനുനിമിഷം പരിപാലിക്കുന്ന സ്നേഹദൈവമേ, അങ്ങേ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ആത്മശക്തിയും പ്രാർത്ഥനാ ചൈതന്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദൈവമേ, അങ്ങേ സ്നേഹ ചൈതന്യത്തിൽ ഞങ്ങളെ എന്നും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവമേ, വിശുദ്ധമായ ചിന്തകളും സുഹൃത്ത സമ്പന്നമായ പ്രവൃത്തികളും വഴി വിശുദ്ധമായ ഈ നോമ്പുകാലം കൂടുതൽ അനുഗ്രഹദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യജീവന്റെ ഉറവിടമായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപെടുന്ന എല്ലാ ആത്മാക്കൾക്കും നിത്യവിശ്രാന്തിയും മോക്ഷാനന്ദ ഭാഗ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും വിഷമമായി സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മകനെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തിരിയുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെ അനിയുക്തമായ പ്രാർത്ഥനകളിലൂടെ യാചകമാനുള്ള അംഗീകാരത്താൽ സ്ഥാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്തു സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി സർവമോഹങ്ങളും സ്വന്തമാണെന്ന് കരുതിയതെല്ലാം നിനക്കായി മാത്രം ഞാൻ ത്യജിച്ചു. നോക്കില്ല ഞാൻ
ഇനിയുള്ള ജീവിതം നിനക്കല്ലേ ഞാൻ ജീവന്റെ ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിൽ മറ്റെന്തു സമ്മാനമുണ്ട് ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നിലുമിൻ സർവമോഹങ്ങളും ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നിലുമിൻ സർവമോഹങ്ങളും എന്നിലുമിൻ സർവമോഹങ്ങളും നിൻ തിരുവിഷ്ടം നിറവേറ്റിടുവാൻ നിനക്കായി മാത്രം ഞാൻ ത്യജിച്ചു നീ തരും ദാനങ്ങൾ ധ്യാനിക്കാം ഞാൻ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനിത്യം ധന്യനുമാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനിത്യം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞഗണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റപ്പെടുത്തപ്പെട്ട സുമനസാലയ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കണം. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും ഭാവിയിൽ നിന്ന് കുടിക്കുന്നു. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊല്ലപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമേ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവെ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർക്കുന്നതിനാണ് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങളെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമോളം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ബോണാച്ചോടും വൈദിക ഗണത്തോടും സഭയായ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളും ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും കന്യകയുടെ ഭർത്താവായ ധാർമ്മിക യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സത്യ മധ്യസ്ഥനായ വിശുദ്ധാഭിമാനോടും
കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുള്ള നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി നൽകുന്നു എല്ലാ പദവിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വിശ്വമാധവനെ പഠിപ്പിച്ചു. മക്കളായ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ നിലകളിൽ സമാധാനം പരിപാലനമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയിൽ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തു ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശത്രുതാവച്ച് ഞങ്ങളെപ്പോഴും പാപം മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അറിയിച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല ഇനിയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവുമായി നൽകുവാൻ കഴിയണം എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടോണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിന്റെ വരുന്ന നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല. അങ്ങനെ വാക്ക് ചെയ്താൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യം ശ്രദ്ധിക്കുക. ഇടത് കൈ താളമായി സ്വീകരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുമ്പോൾ കരങ്ങൾ കുറച്ചുകൂടി പൊക്കി ദിവ്യകാരുണ്യം തരുന്നവരുടെ മുകളിലേക്ക് നീട്ടുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടും ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും.
എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാകുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാകുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹം ഇത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നീ തോളിലേറുവാൻ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. അറിയിപ്പുകൾ. ഇന്നത്തെ ഒന്നാമത്തെ ദീപകലിക്ക് നേതൃത്വം നൽകിയത് 6ാം ക്ലാസ്സിലെ 13 വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച ഒന്നാം ദീപകലിക്ക് നേതൃത്വം നൽകുന്നത് 5ാം ക്ലാസ്സിലെ 13 വിദ്യാർത്ഥികൾ. നൽകിയത് വിശ്വാസ സംരക്ഷണ സമിതിയാണ്. പ്രത്യേകമായ അടുത്ത ഞായറാഴ്ച നമ്മൾ 2ാമത്തെ ദീപകലിക്ക് നേതൃത്വം നൽകുന്നത് സാമൂഹ്യ ശുശ്രൂഷ സമിതിയിൽ നിന്ന് ആരംഭിക്കുന്നു. പ്രത്യേകം ചെയ്യുന്നു. ഞങ്ങളുടെ വെള്ളിയാഴ്ചകളിലുള്ള കർമ്മങ്ങൾ വൈകുന്നേരം 5 മണിക്കായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ എടുത്ത് നമുക്ക് കുരിശിന്റെ വഴിക്ക് അതിനുശേഷമാണ് അതിനാൽ 5 മണിക്ക് തന്നെ ആയിരിക്കും ഇനിയുള്ള വൈകുന്നേരത്തെ വെള്ളിയാഴ്ചകളിലെ കർമ്മങ്ങളെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ബെഞ്ചിന്റെ സ്പോൺസേഴ്സായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഏകദേശം 45ഓളം വെച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനിയും കുറച്ച് ബെഞ്ചുകൾ അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയാണ് കൺവീനർ കളക്ഷൻ ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.
സർവശതാര സ്തോത്ര കാഴ്ചയുടെ കവർ ബഹുമാനപ്പെട്ട PCC ലീഡേഴ്സ് പള്ളി ഓഫീസിൽ നിന്ന് ഏൽപ്പിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടങ്ങിയ പദ്ധതിയാണ് നമ്മുടെ ശാംശം പിരിവ്. അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം നമുക്ക് ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപ നമുക്ക് തിരികെ നൽകാനായിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും തന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവർ തീർച്ചയായിട്ടും സഹായിക്കാവുന്നതാണ്. നമുക്ക് ഓരോ ചെറിയ ഘടകങ്ങളും നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുള്ള ഒരു വ്യക്തിയാണ് 2 ലക്ഷം രൂപ നമുക്ക് മാർച്ച് മാസമാണ് അദ്ദേഹം കൊടുക്കാൻ ബാധ്യസ്ഥ. ചില സംഭാവനകളായിട്ട് ചെറിയ സംഭാവനകളായിട്ട് സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 3530 രൂപ, കാഴ്ച 2380 രൂപ. നമുക്കറിയാവുന്നതുപോലെ ആഗോള കത്തോലിക്ക സഭ ഈ വർഷം വിശുദ്ധ ഔസേപ്പിതാവിന്റെ വർഷമായിട്ട് ആചരിക്കുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി നമ്മുടെ രൂപതയിൽ. അതിന് മുന്നോടിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നമ്മുടെ വ്യക്തികളുമായിട്ട് ചെറിയ യോഗം നടത്തുന്നതാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകം മനുഷ്യ മണിക്ക് തന്നെയാണ് പ്രത്യേകം അറിയിക്കുകയും ചെയ്യും. നമുക്ക് എഴുതാം പ്രാർത്ഥന. കർത്താവായ വിശ്വാസം പരിപോഷിപ്പിക്കുകയും പ്രത്യാശ വർദ്ധമാനമാക്കുകയും ഉപമി സത്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ജീവനുള്ളതും സത്യവുമാകുന്ന അപ്പമാകുന്ന അവിടുത്തെ തീക്ഷ്ണമായ ആഗ്രഹിക്കുവാൻ ഞങ്ങൾ പഠിക്കുകയും അങ്ങേ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും ജീവിക്കുവാൻ ശക്തരാകുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളവരാണ്. കർത്താവിന്റെ കൂടെ സർവശക്തനായ ദൈവം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൽ ദിവ്യബലിയിൽ സമാപിച്ചു. അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, അരികിൽ നീ വരണേ.